ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ വാഗമണിലെ സെക്കൻഡ് ഡേ വ്ളോഗ് ആണ് ഇന്ന് തുടങ്ങുന്നത്. അപ്പോൾ മോർണിംഗ് വ്യൂ കാണാനായിട്ട് അല്ലൂസദാ അവിടെ കർട്ടണൊക്കെ മാറ്റിപ്പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ അല്ലൂസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് അപ്പം തന്നെ ചായ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ, എന്ത് ചെയ്യുന്നോർത്ത്. കാരണം രാവിലെ നമുക്ക് റെസ്റ്റോറൻറ്റ് വരെ പോകണമെങ്കിൽ അത് ഓപ്പൺ ആവുമെങ്കിൽ തന്നെ 7:30 ആവും. അപ്പോൾ ഒരു 7 ആയപ്പോഴേക്കല്ലോ എണീറ്റു. അപ്പോൾ അതാ നോക്കിപ്പെണ്ടടാ ഇവിടെ നമ്മുടെ എവരിഡേയുടെ പാൽപ്പൊടിയും കപ്പും പിന്നെ വെള്ളം ചൂടാക്കാനും വെള്ളവും വരെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. ഞാൻ വിചാരിച്ചത് വെറുതെ ഷോയ്ക്ക് വെച്ചേക്കണാണെന്ന്. പക്ഷേ ഞാനതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയപ്പോണ്ടടാ ദാ അടിപൊളിയാണ് കേട്ടോ, വർക്കിംഗ് ആണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ അവനും ഏട്ടനും വേണ്ടിയിട്ട് ചായയും കോഫി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഇത് പൊട്ടിച്ചിട്ട് ഓരോരുത്തർ ബ്രൂട്ടാതിട്ടോ. അവനെ അതതിൽ പിന്നെ കേട്ടോ. ചേട്ടന് പാൽ കാപ്പിയാണോ കട്ടൻ കാപ്പിയാണോ? ബ്രൂ ഉണ്ടാക്കി തരാം. അങ്ങനെ അല്ലൂസിന് ചായയും ചേട്ടന് കോഫിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചായയും കൂടെ ഉണ്ടാക്കിട്ടോ. എനിക്ക് കോഫി അത്ര ഇഷ്ടമല്ല, ചായയാണ് ഞാനും കുടിക്കണേ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് അല്ലൂസിന് ചായ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തെ വ്യൂ കണ്ടുകൊണ്ട് ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. പിന്നെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. കോഫി കുടിക്കും, ചായ വേണം. ചായ അല്ലാമോ? നമ്മൾ രാവിലെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഡേഡി നമുക്ക് പൂളിൻ്റെ അവിടെ വരെ ഒന്ന് പോയി വെക്കാമെന്ന് പറഞ്ഞ്. അവിടെ ചെന്നപ്പോൾ നല്ല വ്യൂ ആയിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. അതായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ബുഫേ പോലെയാണ്, നമ്മൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എടുക്കണം. അതായത് നമ്മൾ കുളിച്ച് റെഡിയാവാനായിട്ട് തുടങ്ങണം. അല്ലൂസിനെ ഒരു ബാട്ടപ്പിൽ എടുത്തിട്ടിട്ടുണ്ട്. ചേട്ടൻ കുളിച്ച് കഴിഞ്ഞു, ഞാൻ കുളിക്കണം. സോ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം പാക്ക് ചെയ്തു ഇറങ്ങാണ് കേട്ടോ. നമ്മളിറങ്ങാണ്. എല്ലാവരും ഇവിടെ നിന്ന് പോയി. അപ്പം നമ്മളങ്ങനെ ഈ
റൂമിനോട് ടാറ്റ പറഞ്ഞ് ഇറങ്ങുകയാണ്. ടാറ്റ കൊടുക്കല്ലോ. റിസോർട്ടിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങിയത് നമ്മൾ അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അവിടെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന വഴി നമ്മൾ താമസിച്ചിരുന്ന റിസോർട്ട് അങ്ങ് അതിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് നമ്മളിങ്ങനെ തിരിച്ചു പോരുകയാണ്. അങ്ങനെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിലെത്തി. പോകുന്ന വഴി ബോട്ടിങ്ങൊക്കെ കാണാം കേട്ടോ. കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അങ്ങനെ 300 റുപ്പീസിന് നമ്മൾ ഈ വാട്ടർ ബോട്ട്, പിന്നെ അതിലൊരു വീട്ടിലുള്ള കാറ്, അതുപോലെ തന്നെ കാറ് ഇവിടെ ഓടിക്കാൻ പറ്റും. അതും പിന്നെ ബോ ആൻഡ് ആരോ, ദെൻ പിന്നെ ഷൂട്ടിങ്ങാണ്. ഷൂട്ടിങ്ങും ബോ ആൻഡ് ആരോ ഒക്കെ ചേട്ടനുള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ അവിടെ മൊത്തം. അപ്പോൾ നമ്മൾ ചെറിയ ജ്യൂസൊക്കെ കുടിക്കാനായിട്ട് കയറി. അവിടെ തന്നെ ഷോപ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ദുഃഖവാർത്ത മനസ്സിലാക്കിയത്, കാരണം നമുക്ക് ഇതാണല്ലോ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പോകുന്നെങ്കിൽ. നമുക്ക് കിട്ടിയ ടൈം 3 o'clock ആയിരുന്നു. അപ്പോൾ 3 o'clock നമ്മൾ എങ്ങനെ പോയാലും നമ്മൾ വീട്ടിൽ വരുമ്പോൾ 2 hours ആവും. ഞങ്ങൾക്ക് നാളെ സ്കൂളിലൊക്കെ പോകണം. അതുകൊണ്ട് ഭയങ്കര ലാഗാവും എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് നമ്മൾ പിന്നെ അതൊന്നും കയറാനും ഒന്നിനും ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടായില്ല. അങ്ങനെ വാഗമണ്ണിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മൾ ഒരു കരിക്കും വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു.